ആർജബെൻസി എന്ന് പറയുന്നതുകൊണ്ടല്ല, എന്റെ മോളാണ്. ഇവിടെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയുന്നുണ്ട്. എല്ലാ ചെറുക്കന്മാരും ഇത് കേട്ടോണം കേട്ടോ. രാവിലെ എഴുന്നേക്കത്തില്ല, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, വീട്ടിൽ നിൽക്കുന്ന കുറച്ചുകൾ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. ആർജെ ബിൻസിയാണ് ഇന്ന് നമ്മളുടെ ടോപ്പിക്. ആർജെ ബിൻസിയെ ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ കണ്ടവരാരും മറക്കാൻ സാധ്യതയില്ല. ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ ഇറങ്ങി പോകത്തില്ലായിരുന്നു. അടിച്ചു തന്നെ ഒതുക്കിയാരെ. സപ്പോർട്ട് ഉണ്ടാക്കുക, അതിനുശേഷം പെട്ടെന്ന് വന്ന് ആ സപ്പോർട്ട് കളഞ്ഞ് എയറിലേക്ക് പോവുക എന്നത് കാണിച്ചു തന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന ആർജെ ബിൻസി. ആർജെ ബിൻസി ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആകുന്നത് നല്ലൊരു പേരൊക്കെ ആയിരുന്നു. ആർജെ ബിൻസിയോട് ഒരുപാട് പേർക്ക് സഹതാപം ഉണ്ടായിരുന്നു. ആർജെ ബിൻസിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായ സമയമായിരുന്നു. അതിനുശേഷം ഈ ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു വരുന്നില്ലല്ലോ, ഈ ഔട്ടായവരൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വന്ന് നല്ല രീതിയിൽ ഊക്ക് വാങ്ങിച്ച് കിട്ടിയ നല്ല പേരെല്ലാം അവിടെ തന്നെ കളഞ്ഞു കുളിച്ചിട്ട് തിരിച്ചു ഇറങ്ങി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന ആർജെ ബിൻസി. നമുക്ക് അതിനുശേഷം ആർജെ ബിൻസിയുടെ ഷോകളും എല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്കാ ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ്. വെച്ചാൽ ഏത് മീഡിയക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതെല്ലാം എന്തോ ഞാൻ ഒരു വലിയ സ്റ്റാർ ആയി പോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിൽ ഔട്ടായവരൊക്കെ തിരിച്ചു കയറിയ സമയത്ത് ആർജെ ബിൻസിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് മസ്താനിയോട് അറ്റാക്കിന് പോയപ്പോഴായിരുന്നു. മസ്താനി എന്താന്ന് വെച്ചാൽ മസ്താനിയെ നെഗറ്റീവായിട്ട് ഇറങ്ങിപ്പോയ ആളാണ് തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പോസിറ്റീവായി എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് കഴിഞ്ഞ ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നമുക്കെല്ലാം പരിചിതമായ ആളാണ് ആർജെ ബിൻസി. ഇപ്പൊ ആർജെ ബിൻസിയുടെ സ്വഭാവം അങ്ങനെയായിരിക്കാം. ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു ബഹളി സ്വഭാവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബഹളിത്തരം, ഈ എത്ര പേര് ക്രൗഡ് കൂടുന്നിടത്തൊക്കെ എന്ത് സംസാരിക്കണം, അല്ലെങ്കിൽ ആരോട് എന്ത് സംസാരിക്കണം എന്നൊന്നും അറിയാതെ സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരെ പറ്റി പറയുന്നതും അതുപോലെ തന്നെ മീഡിയക്കാർ പോയി കഴിഞ്ഞാല് നാക്കിന് ബ്രേക്ക് ഇല്ല, ലൈസൻസ് ഇല്ല എന്നൊക്കെ പറയുമല്ലോ, അതുപോലൊക്കെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആർജെ ബിൻസി ഇപ്പൊ ട്രോളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ട്രോള് മറ്റൊന്നുമല്ല, ആർജെ ബിൻസി തന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന തന്റെ ചെറുക്കനെ കുറിച്ച് എന്താണ് ധാരണ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ ശരിക്കും ട്രോളായിട്ട് ഓടുന്നത്. പക്ഷെ ആ ട്രോളിനൊക്കെ ഒരു മറുപടിയുമായിട്ട് ഒരു തമാശ രീതിയിൽ തന്നെ ആയിരിക്കാം അവരുടെ അമ്മയും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആർജെ ബിൻസിയുടെ കുറച്ച് ലീലാവിലാസങ്ങൾ കാണാം. എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. അപ്പൊ 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ കല്യാണം കഴിക്കാൻ റെഡിയാണ്, ഓക്കെ എന്നാണ് പറയുന്നത്. എനിക്കിപ്പോ 27 വയസ്സുണ്ട്, അതുകൊണ്ട് 30 വയസ്സിന് മുകളിലാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഇനി 50-60 വയസ്സുള്ളവരൊക്കെ ചാടി പുറപ്പെട്ട് ഇറങ്ങുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം. ഏജ് ഒന്നും എനിക്ക് പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെലവിന് തരും. അപ്പം ജോലിക്ക് പോകാനുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്നാ പറയുന്നത്. ഞാൻ ചെലവിന് തരുമെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആർജെ ബിൻസി ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഭർത്താവ് ഉദ്യോഗം അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ചെലവിന് തരും, ഞാൻ നോക്കും, എന്റെ കുട്ടികളൊക്കെ നോക്കി വീട്ടിലങ്ങ് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. മാസം 50,000 രൂപ വരെ തരും. അതുപോലെ തന്നെ പ്രായം ഒരു വിഷയമേ അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രായം ഒരു വിഷയമേ അല്ല എന്ന് പറയുമ്പോൾ എത്ര പേരെ പ്രായമാകാന്ന് പോലും പറയുന്നില്ല. പ്രായമൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്നൊന്നും ചാടി ഇറങ്ങാനൊന്നും നിൽക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാക്കിൽ ലൈസൻസ് ഇല്ലാതൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെലവിന് തരും എന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഭർത്താവ് ഉദ്യോഗം. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടില്ലേ, ഭർത്താവ് ജഗതിയൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയ്ക്ക് അടിമകളായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അതുപോലൊരു അടിമയാണ് ഇവിടെ ആർജെ ബിൻസി തിരയുന്നത് എന്നാണ് തോന്നുന്നത്. മിക്കവാറും കേരളത്തിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി നല്ല കുടുംബത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും. അതുപോലെ സ്വന്തം വീട്ടിൽ നിൽക്കണം എന്നാണ് പറയുന്നത്, എന്നോടൊപ്പം നിൽക്കണം സ്വന്തം വീട്ടിൽ. ആർജെ ബിൻസി കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് പോലെ ചെറുക്കൻ ബിൻസിയുടെ വീട്ടിൽ തന്നെ കഴിയണം, അതാണ് ഡിമാൻഡ്, വേറൊരു ഡിമാൻഡ്. എന്തായാലും കേരളത്തിൽ നിന്നും അത്രയ്ക്കും ഗതികെട്ട ആൾക്കാരെ വല്ലതും കിട്ടുമോ എന്ന് അറിയത്തില്ല. ഇനി വിദേശത്ത് നിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എവിടെ റെയർ ആയിട്ടൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ എവിടെന്നെങ്കിലും നോക്കണം. ഇനിയിപ്പോ ആർജെ ബിൻസി അല്ലാതെ തന്നെ ഒരാൾ കല്യാണം കഴിച്ചാലും ഇതൊക്കെ അതിനുശേഷവും അന്യായ ട്രോൾ ആകാൻ സാധ്യതയുണ്ട്. അപ്പം കെയർ ഒക്കെ തരണം എന്ന് വെച്ചാൽ എന്നെ അതുപോലെ സൂക്ഷിക്കണം, എന്നെ അതുപോലെ നോക്കണം, എന്നെ സ്നേഹിക്കണം, എന്നെ അതുപോലെ നോക്കണം, എന്നെ കെയർ ചെയ്യണം. ഞാൻ ബാക്കി എല്ലാം ഏറ്റു എന്ന് വെച്ചാൽ 50,000 രൂപയും തരും. വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ കുത്തിപ്പിടിച്ചിരുന്നാലും ഒരു പ്രശ്നം, നോ പ്രോബ്ലം. അപ്പൊ കെട്ടിയവനെ വീട്ടിൽ ഇരുത്തിയിട്ട് ജോലിക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ ജോലി എടുത്ത് ജീവിക്കും. അല്ല, കെട്ടിയവരെ നോക്കും, വീട്ടുകാരെ കെട്ടിയരെ നോക്കും, വീട്ടുകാരെ നോക്കും, വേണ്ടി വന്നാൽ ഞാൻ പിള്ളേരെ നോക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മീഡിയക്കാരുടെ മുന്നിൽ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറിയാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഇത് ശ്രദ്ധിക്കും, പിന്നെ കുറച്ച് ദിവസം മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മീഡിയക്കാരുടെ മുന്നിൽ ഒരു ആളാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെടുത്ത് വൈറലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിഷ്കളങ്കിയായിരിക്കും ചിലപ്പം, മനസ്സിനകത്തൊന്നും കാണത്തില്ല, നിഷ്കളങ്കിയായിരിക്കും. നമുക്ക് ഈ ആർജെ ബിൻസിയെ പോലുള്ളവർ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ വെട്ടി തുറന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ട്രോളാൻ
കാണാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിനുള്ളിലൊന്നും ഇല്ലാത്ത ആളായിരിക്കാം. ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ഈ നമുക്കാരുടെ മനസ്സിൽ കയറിയിട്ട് ഇവരുടെ മനസ്സിൽ എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ കൂടുതലും ഇങ്ങനെ വായാടിത്തരം കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് പേഴ്സണലി അവരൊക്കെ ചില പാപമൊക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഇത് അന്യായ ട്രോളായിട്ടൊക്കെയാണ് ഇപ്പോൾ വെളിയിലോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടക്കുകയാണല്ലോ. അപ്പം ഈ വിൻസി ഈ പറയുന്ന ബ്രസീലിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അതോടെ ബ്രസീലിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്നുവെച്ചാൽ ബ്രസീൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് വന്നിട്ടില്ല, നാട്ടിലേക്ക് തന്നെ ഓടുകയായിരുന്നു. ബ്രസീൽ ഫാൻസ് ആയ വിൻസി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അതൊന്ന് കേൾക്കാം. വേൾഡ് കപ്പിൽ നിന്ന് ബ്രസീൽ പുറത്താകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഇത്. ബ്രസീൽ അടിക്കും, നെയ്മർ കൊണ്ടുപോകും. ശരിയാണ്, ബ്രസീലും അടിച്ചു, നെയ്മറും കൊണ്ടുപോയി. പക്ഷെ അപ്പം കപ്പൊന്നും ഇല്ലാതെ പെട്ടെന്നൊക്കെ പുറത്തായി നാട്ടിലേക്ക് പോവുകയായിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, വിൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബ്രസീൽ പുറത്തായത് എന്ന്. ഇല്ല, അർജന്റീന തൂക്കും. എനിക്കൊരു കോള് വരുന്നത്. ഇപ്പോൾ തന്നെ ഈ ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ തന്നെ, ഈ സെലിബ്രിറ്റീസ്, ഫുട്ബോൾ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പൊ ഓരോ ജേഴ്സി എടുത്തിട്ട് ആരെയാണ് ആരാധകർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അർജന്റീന, ബ്രസീൽ അല്ലെങ്കിൽ പോർച്ചുഗൽ എന്നൊക്കെ പറയും. ആരാണ് ഇഷ്ടപ്പെട്ട കളിക്കാരെന്ന് പറഞ്ഞാൽ മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇത് മൂന്നും അല്ലാതെ വേറെ പേരൊന്നും അറിയാത്ത ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഫുട്ബോൾ സീസൺ ആണല്ലോ, ഈ ജേഴ്സി ഒക്കെ ഇട്ടുണ്ടെന്ന ആളാകാൻ വേണ്ടിയും അത് മീഡിയയിലൊക്കെ വരാൻ വേണ്ടിയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരോട് മറ്റു 2-3 പ്ലെയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടുപോകും. അതുപോലെ ബിൻസിയോട് ആരും അതുപോലെ ചോദിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റീസിലെ ഒരുപാട് പേരോടൊന്നും അങ്ങനെ ആരും ചോദിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എത്ര പേര് സ്ഥിരമായി ഫുട്ബോൾ കളിക്കാറുണ്ടെന്നും ഫുട്ബോളിൽ എത്ര പേരെ അറിയാമെന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് അറിയാമായിരുന്നു. പക്ഷെ ആരും അങ്ങനെ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസിനോടൊക്കെ ചോദിക്കാൻ പോകുന്നവരോട് 1-2 എക്സ്ട്രാ ആൾക്കാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നീ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഇപ്പൊ നിലവിൽ കളിക്കുന്ന അവരൊഴിച്ച് ബാക്കി ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും അവരൊക്കെ. അപ്പൊ ഇവരാരും ഫുട്ബോളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരോ കളിക്കുന്നവരോ അല്ലെ അതിനെ ഇഷ്ടപ്പെട്ട് വരുന്നവരോ ഒന്നും അല്ല. അത് ആ സീസൺ അനുസരിച്ച്. ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുമല്ലേ, അപ്പൊ സീസൺ അനുസരിച്ച് ഞാൻ ബ്രസീലാണ്, ബ്രസീൽ കപ്പ് നേടും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കപ്പൊന്നും നേടിയില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമന്റിലൊക്കെ പറയുന്നത് ബിൻസി കാരണമാണ് ബ്രസീൽ നാട്ടിലേക്ക് പോകേണ്ടി വന്നത്, നേരത്തെ മടങ്ങേണ്ടി വന്നതെന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, എനിക്ക് മോളെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്രോ ദുബായിൽ നിന്നോ. അല്ല, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് വീട്ടിലോട്ട് വരില്ലേ ചെലവും ചോദിച്ചോണ്ട്. കഞ്ഞി കുടിച്ച് പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ജോലി മതി അല്ലേ? എല്ലാത്തിനുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുന്നില്ലടാ, ഞാൻ 30 വയസ്സ് കഴിഞ്ഞിട്ടേ ആലോചിക്കുന്നുള്ളൂ കല്യാണത്തെ കുറിച്ച്. ഇപ്പൊ 26. ഇവിടെ പറയുന്നത് ഇപ്പോൾ 26. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആയിരിക്കാം, ഈ വർഷമായിരിക്കും 27 ആയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടപ്പോൾ 27 എന്നാണ് പറയുന്നത്, ഇതിനകത്ത് 26 എന്ന് പറയുന്നുണ്ട്. അത് പ്രായം ഒരു വിഷയമല്ല. എന്നാലും ഞാൻ 30 കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നുള്ളതെന്ന് 2 വീഡിയോയിലും ഒരുപോലെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ കഞ്ഞി കുടിച്ചു പോയാൽ മതി എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടേ ചിന്തിക്കുന്ന പോലും ഉള്ളൂ. ഒരു ദിവസം എത്ര പ്രപ്പോസൽ വരും? അങ്ങനെ പ്രപ്പോസൽസ് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് പ്രപ്പോസൽസ് ഒന്നും വരാറൊന്നുമില്ല. ചിലപ്പോ നമ്മുടെ സ്വഭാവം ഇല്ല. ഇൻസ്റ്റയിൽ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട് കല്യാണം കഴിക്കണം. ഇപ്പൊ അമ്മയുടെ ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, എനിക്ക് മോളെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്രോ ദുബായിൽ നിന്നോ. അപ്പൊ അമ്മ പറഞ്ഞു മോനെ ശരിക്കും അവളെ നിനക്ക് അറിയാത്തോണ്ടാണ് നീ പ്രപ്പോസൽ ആയിട്ട് വന്നേന്ന് പറഞ്ഞു. ദുബായിൽ നിന്ന് ആരോ മെസ്സേജ് ഇട്ട് ചോദിച്ചു എനിക്ക് മോളെ കെട്ടിച്ചു തരുമോ എന്ന് അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, മോനെ ഈ കാണുന്ന പോലൊന്നും അല്ല വിൻസി, നിനക്ക് അറിയാത്തത് കൊണ്ടാണ്, നീ ഇതിലൊന്നും വീണ് പോകരുത്, നല്ല ചിന്തിച്ചിട്ടൊക്കെ വേണം എടുത്ത് ചാടാൻ എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞു എന്ന് തമാശ രൂപേണ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ശേഷം അമ്മ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 50,000 രൂപ ഞാൻ കൊടുക്കും, ഞാൻ ചെലവിന് കൊടുക്കും, അതുപോലെ തന്നെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ എന്റെ ഭർത്താവിന് വേറെ ജോലിക്കൊന്നും പോകണ്ട, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ കേട്ടല്ലോ, ഒരു ഭർത്താവ് ഉദ്യോഗം. ആ ഭർത്താവ് ഉദ്യോഗം എന്ന് കേട്ടപ്പം കുറെ പേര് ഇപ്പൊ എടുത്തു ചാടുന്നവരുണ്ടായിരിക്കാം. ഒന്നും ചെയ്യണ്ടായല്ലോ, അങ്ങ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചൊക്കെ ചിലപ്പം ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. ഇത് വിശ്വസിക്കുന്നവരുണ്ട്, ഞാൻ ഇങ്ങനെ നോക്കിക്കോളാം, 50,000 കിട്ടുമല്ലോ, അപ്പൊ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് ജോലിക്കൊന്നും പോകാൻ മടിയുള്ളവരൊക്കെ ഒരുപാട് പേര് കാണുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെ എടുത്തു ചാടുന്നതിന് മുമ്പ് ഈ അമ്മ പറയുന്നത് കൂടെ ഒന്ന് കേൾക്കണം. അതുപോലെ തന്നെ ഈ ബിൻസി അതൊക്കെ ചുമ്മാ പറയുന്നതാണ്, നിങ്ങൾ ആരും പോയി ചാടിയേക്കരുത്. ചാടി കൊടുക്കുന്നവന്റെ കട്ട പുകയാണ്. മാസം 50,000 രൂപ നിങ്ങൾക്ക് തരണമെങ്കിൽ ബിൻസിക്ക് ഒരു മാസം 1 ലക്ഷം രൂപയുടെ മേളിൽ ഇങ്ങനെ സെലിബ്രിറ്റികളൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് 1 ലക്ഷം പോരാ, അതിന്റെ മേളിൽ വരുമാനം ഉണ്ടായിരിക്കണം. അപ്പൊ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചോണം, അല്ലെങ്കിൽ ഒരു പേപ്പറിലൊക്കെ മുദ്ര പേപ്പറിലൊക്കെ എഴുതി വാങ്ങിക്കണം മാസം ഇത്രയും രൂപ തരുമെന്നുള്ളത്. അല്ലാതെ ഈ വാക്കിന്റെ മേളിൽ വിശ്വസിച്ച് ആരും പോകരുത്. കഴിഞ്ഞ ദിവസം
ഇവരുടെ അനിയത്തി തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്നെ കടിച്ചു, എന്നെ മാന്തി, എന്നെ പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോ അതൊക്കെ ചിലപ്പോൾ നിങ്ങളും സഹിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. അങ്ങനെ പോകുന്നവരാണെങ്കിൽ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അവരുടെ അമ്മയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആർജെ ബെൻസി എന്ന് പറയുന്നവരുണ്ടല്ല, എന്റെ മോളാണ്. ഇവിടെ കൊണ്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയുന്നുണ്ട്. എല്ലാ ചെറുക്കന്മാരും ഇത് കേട്ടോണം കേട്ടോ. രാവിലെ എഴുന്നേക്കത്തില്ല, പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, വീട്ടിൽ നിൽക്കുന്ന കുറച്ചുകൾ പോലും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് പൊട്ടിയടിച്ച് ഇങ്ങനെ അവൾ ഇറങ്ങി വരുന്നത്. അപ്പം വീട്ടിൽ നിൽക്കുന്ന ഒറിജിനൽ കോലം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം വെളിയിറങ്ങുമ്പോൾ മാത്രം മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. വീട്ടിലെ അവസ്ഥ വളരെ 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 പരിതാപകരമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തമാശ ആയിട്ടാണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയ സത്യമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവളെ പോലെ ഒരു ഭൂലോക പിശുക്ക് ഈ ലോകത്ത് കാണത്തില്ല. പല്ല് തേക്കുന്ന പേസ്റ്റ് പഠിക്കാൻ പറഞ്ഞ അവള് ഞെക്കിപ്പിച്ചത് നീയൊക്കെ അറിയാതെങ്ങനോട് വഴക്കിട്ടോണ്ടില്ല. അവള് തലയെ പറിച്ചോണ്ട് പോകും. ഫോണും തോണ്ടി രാവിലെ തൊട്ട് രാത്രി വരെ ഈ കിടപ്പ. ഒരു കട്ടൻ ചായ പോലും വെക്കാൻ അവർക്ക് അറിയത്തില്ല. ഉറക്കത്തിനെക്കാനും വിളിച്ച നിങ്ങളുടെ കാട്ടി തീരുമാനം. കുളിക്കാനായിട്ട് ഒരു സോപ്പ് പോലും സ്വന്തമായിട്ട് അവള് മേടിക്കത്തില്ല. എന്റെ പൊന്നു മക്കളെ, റീലെടുക്കാൻ അറിയാവുന്നവർക്കാണ് മുൻഗണന പറയുന്നത്. അവളുണ്ടല്ല ശരിക്കും കഷ്ടപ്പെടും. പക്ഷെ മനസ്സിലായല്ലോ, മഹാപിശുക്കിയാണെന്നാ പറയുന്നത്. അപ്പൊ ഈ 50,000ത്തിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. അപ്പൊ 50,000 കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിക്കുക. ആരെങ്കിലും പോകാൻ റെഡി ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഭർത്താവ് ഉദ്യോഗത്തിന്, ഓക്കെ, ഇനിയിപ്പോ സീരിയസ് ആയിട്ടാണ് ബിൻസി അതവിടെ പറഞ്ഞതെങ്കിൽ അതൊരു ഭർത്താവ് ഉദ്യോഗമാണ്. ആ ഉദ്യോഗത്തിന് പോകുന്നവർ അതിൻ്റെതായ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് വേണം പോകാൻ. എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ കെർവിന്റെ അകത്ത് വെള്ളമെല്ലാം നിറച്ച് സ്നാക്സും ഒക്കെ മേടിച്ച് എല്ലാം കെട്ടിപ്പെറുക്കിയാണ് അവള് പോകുന്നത്. അവള് കഥ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കണം. അതിന്റെ ഇടയ്ക്കെങ്ങാനും എഴുന്നേറ്റ് പോയാ വീണ്ടും തുടക്കം തൊട്ട് നമ്മള് കേൾക്കണം. 50,000 രൂപയില് 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പോകില്ലേട്ടാ. ആർജെ ബെൻസിയുടെ അമ്മയെന്ന നിലയിൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും അവർ അമ്മയുടെ ഭാഗത്തുനിന്നായാലും തമാശക്കാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് സീരിയസ് ആയിട്ട് എടുത്തവർക്ക് ഈ അമ്മയുടെ വീഡിയോ കൂടെ നിങ്ങളൊന്ന് പ്രത്യേകം കേൾക്കുക. എന്ന് വെച്ചാൽ 1,00,000 രൂപ തന്നാൽ പോലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാംകാളും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അവരുടെ അമ്മയ്ക്കാണ് ബിൻസിയുടെ സ്വഭാവം. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേസ്റ്റ് പോലും ലാസ്റ്റ് ഇതുവരെ ഇങ്ങനെ നെക്കി പിഴിഞ്ഞെടുത്തിട്ടൊക്കെയാണ് പല്ല് തേക്കുന്നതെന്ന്. അപ്പം മഹാപിശുക്കിയാണ്. അതുപോലെ കിടന്ന് ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് വിളിച്ചുണർത്തിയാൽ അതിനുള്ള ഇത് പണി വേറെ കിട്ടും. ചിലപ്പോൾ ചവിട്ട ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എന്തായാലും നിങ്ങളൊക്കെ ആലോചിച്ചും കണ്ടും ഒക്കെ പോവുക. ഇതൊരു തമാശ, ഇപ്പൊ ഞാനും ഒരു തമാശയായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഒരുപാട് പേര് ട്രോളുന്നുണ്ട് ബിൻസിയെ. ഈ 50,000 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് ഭർത്താവിനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭർത്താവ് ഉദ്യോഗമാണ്, കേരളത്തിൽ നിന്നൊന്നും പയ്യന്മാരെ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഇപ്പൊ നമ്മൾ ഒരു കുട്ടിത്തം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ വിഡിത്തമാണ് ഏറ്റവും കൂടുതൽ പറയുന്നതും. കുട്ടിത്തത്തേക്കാൾ കൂടുതൽ വിഡിത്തമാണ് ഏറ്റവും കൂടുതൽ ഈ ബിൻസി വിളമ്പുന്നതും. മനസ്സിൽ ഒന്നും നിൽക്കുന്നില്ല എന്നുള്ളതായിരിക്കാം. ബിൻസിയുടെ വാക്ക് കേട്ട് പോകാൻ നിൽക്കുന്ന ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷക്കാരാണെങ്കിൽ അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ 50,000 രൂപ എന്ന് പറഞ്ഞത് കേട്ട് ചാടി ഇറങ്ങണ്ട. ചിലപ്പോൾ 8 16ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇതൊരു തമാശ രീതിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു തമാശ രീതിയിൽ ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പം ആർജെ ബിൻസി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇപ്പൊ ബിഗ് ബോസിലൊക്കെ ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയതാണ്. ആ കോൺട്രവേഴ്സിയിലൊക്കെ തരണം ചെയ്തുകൊണ്ട് ബിൻസി ഇപ്പോൾ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും 10 പേര് അറിയുന്നുണ്ട്. മീഡിയക്കാരോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യലായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. ഒരുപാട് ഇപ്പം ആര് ചോദിച്ചാലും അതിനുള്ള ഉത്തരം പറയുകയും അതുപോലെ സോഷ്യലായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഒരുപാട് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ. ഇപ്പം ഒരു എപ്പിസോഡിൽ പോയ ആൾക്കാർ പോലും അല്ലെങ്കിൽ ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന ആൾക്കാരൊക്കെ കാണിക്കുന്ന ജാടയും വേലയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കഴിഞ്ഞ ആരുമില്ല, അവർ ബിഗ് ബോസ് വിന്നർ അവരാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ബിഗ് ബോസിൽ വിന്നർ ആയവരൊന്നും അത്രയ്ക്ക് ജാടയും വേലയും കാണിക്കുന്നതായിട്ടോ അവര് അത്രയും ഇതായിട്ട് പെരുമാറുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്നവര് ഇന്ന് ബിഗ് ബോസിൽ പോയി ഞങ്ങൾ എന്തോ സംഭവം ആയിപ്പോയി എന്നൊക്കെ എന്ന് പറഞ്ഞ് ഓരോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ബിൻസി അത്രയ്ക്ക് ഞാനൊരു ബിഗ് ബോസ് വലിയൊരു താരമാണ് എന്നൊന്നും അല്ല. ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത്രേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും സോഷ്യലായിട്ട് ഇടപെട്ട് പണ്ട് മുതലേ അങ്ങനെ ഇടപെട്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നത്. ബിൻസി ഈ പറഞ്ഞതൊക്കെ സീരിയസ് ആണ് ഈ കല്യാണത്തെ കുറിച്ച് പറഞ്ഞത് എങ്കിൽ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ പ്രായമായവർ, പ്രായമൊന്നും വ്യത്യാസമില്ലെന്നാ പറയുന്നത്. അപ്പൊ ചെറുപ്പക്കാരാണെങ്കിലും ഒരുപാട് പ്രായമായവരാണെങ്കിലും മൂത്തവരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.